ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ സെക്രട്ടറി സഖാവ് സരിത ടീച്ചർ, ഓക്കെ അല്ലേ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീജ ടീച്ചർ, ഷക്കീല ടീച്ചർ, മറ്റു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സ്കൂൾ തുറന്ന് ഇന്ന് 17ാമത്തെ ദിവസമാണ്. വർക്കിംഗ് ഡേ നോക്കുകയാണെങ്കിൽ അല്ലെ ഒരു 10 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അതിനിടയിൽ തന്നെ അധ്യാപകർക്ക് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ സമരം ചെയ്യുന്നത് എന്ന് മനസ്സിൽ ചോദിക്കുന്നവരുണ്ടാകാം. ഞങ്ങൾ ഈ പൊതുവിദ്യാഭ്യാസ മേഖല ഞങ്ങളുടേതാണ്. അത് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഞങ്ങൾ. ഞാൻ വേറൊരു സ്ഥലത്തുകൂടെ പറഞ്ഞതുപോലെ, സോളമന്റെ മുമ്പിൽ വന്ന 2 അമ്മമാർ സോളമന്റെ മുമ്പിൽ വന്നത് എന്റെ മുന്നിലുള്ള ഈ കുട്ടിയെക്കുറിച്ചുള്ള തർക്കം കൊണ്ടാണ്. സോളമൻ രാജാവ് ആ പ്രശ്നം പരിഹരിക്കാൻ ഉദ്ദേശിച്ചത് പല രൂപത്തിൽ ഉദ്ദേശിച്ചെങ്കിലും പരിഹരിക്കാൻ കഴിയാതിരുന്നപ്പോൾ കുട്ടിയെ 2 കഷ്ണമാക്കി പരിഹരിക്കാൻ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ അമ്മ പറഞ്ഞു, ഈ കുട്ടിയെ അവരെടുത്തുകൊള്ളട്ടെ, പക്ഷെ ഈ കുട്ടിയുടെ ജീവനും അതിന്റെ പുരോഗതിയുമാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ കുട്ടിയെ മുറിക്കരുതെന്ന അമ്മ പറഞ്ഞു. അതുപോലെ ഒരു UDF ഗവൺമെന്റ് വന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമ്പോൾ, ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിന് മുമ്പിൽ പറഞ്ഞ് ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കുന്നവരാണ് KSTA എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതുപോലെ ഒരു സമരം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. എന്താണ് നമ്മുടെ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെന്ന് അധികാരത്തിൽ വന്ന UDF സർക്കാരിന് യാതൊരു തിട്ടവുമില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഡൽഹിയിലേക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയവർക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാകാൻ ദിവസങ്ങൾ വേണ്ടി വന്നു. അതിനുശേഷം മന്ത്രിമാരുടെ ഓഫീസുകളിൽ ആരെ ഇരുത്തണം, ആര് പറയുന്നവരെ ഇരുത്തണം എന്നുള്ള തർക്കവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ BJP പ്രവർത്തകരടക്കമുള്ളവർ മന്ത്രിമാരുടെ ഓഫീസിലുണ്ടെന്ന് പറയുന്നത് ഞങ്ങളല്ല, കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും തന്നെയാണ് പറയുന്നത്. BJPക്കാരൊക്കെയാണ് മന്ത്രിമാരുടെ ഓഫീസിലെന്നാണ്. ഞാൻ ആ കാര്യത്തിലേക്ക് കൂടുതലായി പോകുന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുന്ന ഏതൊരു കാര്യത്തിലും ഇടപെടാനോ ആ പ്രശ്നം പരിഹരിക്കാനോ ഒരാളുമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നോക്കൂ, സെൻസസ് എന്നുള്ളത് ഓരോ 10 വർഷം കൂടുമ്പോഴും രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മനസ്സിലാക്കാനടക്കം സമഗ്രമായ പഠനം നടത്തുന്ന കാനേശുകുമാരി കണക്കെടുപ്പ് ഓരോ 10 വർഷം കൂടുമ്പോഴും വരാറുണ്ട്. ഇതിനു മുമ്പ് 2011 കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ അന്നൊന്നുമില്ലാത്ത പുതിയ നിബന്ധനകളാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവർ പറയുന്നത് അധ്യാപകർക്കും ജീവനക്കാർക്കും ഇതിനു വേണ്ടി വലിയ പണം കൊടുക്കുന്നുണ്ട്. 6000 ഉലുവ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ക്ലാസ്സിൽ നിന്ന് പോവേണ്ട. ക്ലാസ് വിട്ടുകഴിഞ്ഞോ, മുഴുവൻ സമയം പഠിപ്പിച്ചു കഴിഞ്ഞോ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പോ അവധി ദിവസങ്ങളിലോ പോയി പൂർത്തിയാക്കട്ടെ എന്നുള്ളതാണ്. ഞങ്ങൾ ഇക്കാര്യം സെൻസസിന്റെ നോഡൽ ഓഫീസറുമായി സംസാരിച്ചു. ഒരാൾക്ക് 200 മുതൽ 300-400 വീടുകളുണ്ട്.
ഒരു വീട്ടിൽ എത്ര ചോദ്യം? 34 ചോദ്യം ചോദിക്കണം. 34 ചോദ്യം വീടിനെ കുറിച്ച് ചോദിക്കണം. പിന്നെ ഇപ്പോൾ ജൂലൈ 1 മുതലുള്ള ആദ്യത്തെ വീട് ലിസ്റ്റിംഗിൽ തന്നെ ഒരു വീട്ടിൽ നിന്ന് 34ഓളം വിവരങ്ങൾ ശേഖരിക്കണം. അത് പഴയതുപോലെ അത് ഓടിട്ട് വീടാണെന്ന് കണ്ടെത്തി പോന്നാ പോരാ, അപ്പോൾ തന്നെ മൊബൈലിൽ രേഖപ്പെടുത്തണം. മുമ്പാണെങ്കിൽ നാം നമ്മുടേതായ ചില കോഡുകൾ ഉപയോഗിച്ച് നമ്മളൊക്കെ സെൻസസ് ചെയ്താണല്ലോ അല്ലെ? ഓടിട്ട വീടിന് 1 അക്കം കൊടുക്കും, 2 അക്കം കൊടുക്കും, വീട്ടിൽ വന്നാൽ ക്രമീകരിക്കും. ഇപ്പോൾ അത് പറ്റില്ല, മൊബൈലിൽ ചെയ്ത് പൂർത്തിയാക്കണം. അങ്ങനെ ഒരു 300 വീടുള്ള ഒരാൾക്ക് ഒരു വീട്ടിൽ 34 ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ തന്നെ 3/4 മണിക്കൂർ വേണം. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് എത്തണമെങ്കിൽ 1/4 മണിക്കൂർ വേണം. ഒരു 300 മണിക്കൂറെങ്കിലും വേണം. 30 ദിവസത്തിനിടയിൽ സ്കൂൾ സമയം കഴിഞ്ഞാൽ ഓരോ ദിവസവും അധ്യാപിക നമ്മുടെ മേഖലയിൽ 75% വനിതകളാണ്. ഈ വനിതകൾ 10 മണിക്കൂറെങ്കിലും കണ്ടെത്തണം. ആ 10 മണിക്കൂറിന് പുറമെയാണ് തനിക്ക് സെൻസസ് ലഭിച്ചിട്ടുള്ള സ്കൂളിനടുത്താണെങ്കിൽ വീട്ടിലേക്ക് 2 മണിക്കൂർ യാത്ര, ഗ്രാമപ്രദേശത്താണെങ്കിൽ അങ്ങോട്ട് 2 മണിക്കൂർ, തിരിച്ച് 2 മണിക്കൂർ. ആകെ 24 മണിക്കൂറല്ലേ മനുഷ്യനുള്ളൂ. എപ്പോൾ സെൻസസ് നടത്തുമെന്ന് സെൻസസിന്റെ കേരളത്തിലെ നോഡൽ ഓഫീസറായിട്ടുള്ള കെ ബിജു IAS കണ്ടു ചോദിച്ചു. ഞങ്ങൾ എപ്പോൾ ഇത് നടത്തും? സാധാരണയായി മുൻകാലങ്ങളിലെല്ലാം 2011-ലും 2013-ലും ഒക്കെ സെൻസസ് നടത്തിയവരുടെ ഇരിക്കുന്നുണ്ടാവും. അന്ന് നമുക്ക് അനുവദിച്ചത് 32 ദിവസം, അര ദിവസത്തെ ലീവ്. ഇനി അതല്ല, മുഴുവൻ ദിവസം എടുക്കണമെങ്കിൽ 16 ദിവസം മുഴുവൻ ദിവസം എടുക്കാം. അധ്യാപകർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മളന്ന് 16, 32 ഒക്കെ സറണ്ടർ ചെയ്തു. അത് വേറെ കാര്യം. നമുക്ക് 16 ദിവസത്തെ മുഴുവൻ ദിവസ ഓഫ് തന്നിട്ടാണ് അന്ന് നടത്തിയത്. ഇന്ന് അതിനേക്കാൾ സമഗ്രമായ ഒന്നിന് ഒരു ദിവസം പോലും അവധി തരില്ലെന്ന് പറഞ്ഞതാരാണ്? അതിനെക്കുറിച്ച് ഞങ്ങൾ മന്ത്രിയോട് സംസാരിച്ചു. മന്ത്രി എന്തോ പുതിയത് കേൾക്കുന്നത് പോലെ ഇരിക്കുകയാണ്. മന്ത്രി ഓഫീസിലൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെ ആളുകൾ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. ഒരാൾ ഇറങ്ങുമ്പോഴത്തേനും അടുത്ത ആൾ കയറുന്നു, കടലാസ് കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, പോകുന്നു. ഞങ്ങൾ KSTയുടെ പ്രവർത്തകരാണെന്ന് പറഞ്ഞപ്പോ പിന്നെ അവരെയൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ച് സമയം തന്നു. കാരണം അവര് പറയുന്നത് നമുക്കും കേട്ടാൽ അവർക്ക് നാണക്കേടാണല്ലോ. നമ്മളുടെ ആളാണ്, ഞങ്ങളാളാണ്, മറ്റേ ചെയ്യണം, ഇത് ചെയ്യണം, അവൻ നമ്മളാളാണ്, കുഞ്ഞാപ്പ് നമ്മളാളാണ്, വലിയാപ്പ് നമ്മളാളാന്നൊക്കെ പറയാനായി വന്നിട്ടുള്ളത്. അപ്പൊ KSTയുടെ നേതാക്കന്മാർ അവിടെ ഇരിക്കുമ്പോ അത് പറഞ്ഞാൽ KSTക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. KSTക്കാർ വന്നപ്പോൾ നമുക്ക് സമയം തന്നു. ഈ കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി, എന്നോ പെടുത്തി. പക്ഷേ ഒരനക്കവും ഉണ്ടായില്ല. 8-ാം തീയതിയാണ് KSTയെ ബിജു IAS കണ്ട് കത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലാവുന്നത്. ഞാൻ പൂജപ്പുര സ്കൂൾ ഹെഡ് മാസ്റ്റർ. എന്റെ സ്കൂളിൽ ഞാനും സീനിയർ അസിസ്റ്റന്റ് ഒഴികെ എല്ലാവർക്കും ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഭാഗ്യത്തിന് രഹസ്യം പറയാൻ കുറച്ച് TTCക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റോ IAS ഓഫീസർമാരോ DGയോ മന്ത്രിയോ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് 9-ാം തീയതി അല്ലേ 50%-ലധികം ആളുകളെ എടുത്തിട്ടുള്ള സ്കൂളുകളുടെ കണക്കെടുക്കാൻ അദ്ദേഹം കത്തെഴുതി. അതിൽ 9-ാം തീയതിയിലെ കത്ത് കാണിക്കുന്നുണ്ട്. KST 8-ാം തീയതി കണ്ടതിന്റെ തുടർച്ചയായിട്ടുള്ളതാണത്. ചില ആളുകൾ ഇപ്പോ ഫോട്ടോ കൊടുത്ത് നടക്കുന്നുണ്ട്, സാരമില്ല. അപ്പൊ എങ്ങനെ ഇത് നടക്കും? അതോടൊപ്പം നാം ഉന്നയിച്ച മറ്റൊരു കാര്യം, അധ്യാപകർക്ക് ഓഫ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ അധ്യാപകരുടെ ജോലി ചെയ്യാൻ അവിടെ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കണം. അങ്ങനെ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാൻ മുൻകാല നടപടികളുണ്ട്. SIR വന്നപ്പോൾ, ഇതുപോലെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച ജോലി വന്നപ്പോൾ SIR ജോലിയുള്ള എല്ലാ അധ്യാപകർക്കും വേണ്ടി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കാൻ
KSTA കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഉത്തരവായിട്ടുണ്ട്. സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, നമ്മുടെ സ്കൂളിൽ അത്തരം ആളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ സെൻസസിന്റെ പേരിൽ അധ്യാപകർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കണം. അധ്യാപകർക്ക് മാത്രമല്ല, ജീവനക്കാർക്കും. അധ്യാപകർ മാത്രമല്ല ഈ ജോലി ചെയ്യുന്നത്. അടുത്ത 23-ാം തീയതി നിയമസഭയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഇതേ ഡിമാൻഡ് ഉന്നയിച്ച് FSCTO മാർച്ച് നടത്താൻ പോവുകയാണ്. ജീവനക്കാർക്കും അധ്യാപകർക്കും ഓഫ് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ ഇത് നടക്കില്ല. നിങ്ങൾ 6000 രൂപ നിങ്ങൾ തന്നെ എടുത്തോളൂ, നിങ്ങൾ തന്നെ നടത്തിക്കോളൂ, ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊള്ളാം എന്നുള്ള നിലപാട് നമ്മുടെ സംഘടനയ്ക്ക് എടുക്കേണ്ടി വരും. അതോടൊപ്പം സെൻസസിന്റെ ഭാഗമായി പുതിയൊരു കാര്യം കൂടെ, സെൻസസിന്റെ ഭാഗമായി ഒരു ട്രാൻസ്ഫറും നടത്താൻ പാടില്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് കൃത്യമായി ഓൺലൈനിലൂടെ എല്ലാ ട്രാൻസ്ഫറും നടക്കുന്ന സ്ഥിതി ഉണ്ടായത്. 2025 ജൂൺ 1 സ്കൂൾ തുറന്നപ്പോൾ എല്ലാ സ്കൂളിലും പ്രിൻസിപ്പൽമാരായി, എല്ലാ സ്കൂളിലും ഹെഡ് മാസ്റ്റർമാരായി, AE ഓഫീസുകൾ AEമാരായി, പ്രൈമറി ഹെഡ് മാസ്റ്റർമാരായി. അധ്യാപകർ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വളരെ സുതാര്യമായി പോയി ജോയിൻ ചെയ്തു. ഈ വർഷം സ്കൂൾ തുറക്കുമ്പോ 253 സ്കൂളുകളിൽ, ആകെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഉള്ളത് 1200 സ്കൂളാണ്. അതിൽ 283 എന്ന് പറഞ്ഞാൽ ഏകദേശം 1/5 സ്കൂളുകളിലും ഹെഡ് മാസ്റ്റർമാരില്ല, AEമാരില്ല. 800 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 99 സ്കൂളിലും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരില്ല. 14 ജില്ലകളിൽ 9 ജില്ലകളിലും DDമാരില്ല, 14 DOമാരില്ല, RDDമാരില്ല. 662 സ്കൂളുകളിൽ പ്രൈമറി ഹെഡ് മാസ്റ്റർമാരില്ല. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തേണ്ട ഗവൺമെന്റ് അതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ ഇരുന്ന് നിവേദനം വാങ്ങുകയും ആളുകളോട് സെൽഫി എടുക്കുകയും ചെയ്ത് നടക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്തത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കാതലായ രൂപത്തിൽ ബാധിക്കുന്നതാണ്. അധ്യാപക ട്രാൻസ്ഫർ നിർത്തിവെക്കണമെന്ന് DPIയിൽ നിന്ന് കത്തെഴുതിയിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, എന്തിനു വേണ്ടി നിർത്തിവെക്കണം? മലപ്പുറം കുന്നുമ്മൽ കോട്ടപ്പടി LP സ്കൂൾ അധ്യാപികക്ക് മൂറേങ്ങൽ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടി എന്ന് വിചാരിക്കുക. ഇതിനെന്ത് ബാധിക്കാനാണ്? അല്ലെങ്കിൽ എടപ്പാളിലെ ടീച്ചർക്ക് പൊന്നാനിയിൽ കിട്ടി എന്ന് വിചാരിക്കുക. ആ ടീച്ചർക്ക് അധ്യാപികക്കോ അധ്യാപകനോ ട്രാൻസ്ഫർ അവൈൽ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങിയാൽ മതി, ഞാൻ എന്റെ സെൻസസ് ഡ്യൂട്ടി ചെയ്തു കൊള്ളാം. ചെയ്തിട്ടില്ലേ മുമ്പൊക്കെ? തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രാൻസ്ഫർ നടന്നിട്ടില്ലേ? അങ്ങനെ പോകുമ്പോൾ നമ്മുടെ റിലീവിംഗ് ഓർഡറിന്റെ അടിയിൽ ഒരു വാചകം കൂടി എഴുതും, സെൻസസിന് വേണ്ടി നിശ്ചയിച്ച ഡ്യൂട്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിശ്ചയിച്ച ഡ്യൂട്ടി യഥാസമയം ചെയ്തു കൊള്ളണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഹെഡ് മാസ്റ്റർ ഒരു ഉത്തരവും കൂടി അതിന്റെ ഒപ്പിടും. അങ്ങനെ നടത്താവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് സെൻസസ് ഇല്ലാത്തവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും. എന്താ രസം? എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത്? സെൻസസ് കിട്ടിയത് ആരെങ്കിലും ഇത് പോയി ചോദിച്ചു വാങ്ങിയതൊന്നുമല്ല. പലതരത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കിയിട്ടും കിട്ടിയതാണ്. അവര് ഒരു ശിക്ഷയായി മാറുകയാണ്. ഗവൺമെന്റ് ഒരു ജോലി നിശ്ചയിച്ചത്, അത് കിട്ടാത്തയാൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ മറ്റു പല പ്രശ്നങ്ങളും ഇതിൽ ഉടലെടുക്കും. നോക്കൂ, ഒരു പ്രധാനപ്പെട്ട സ്കൂൾ, സ്കൂൾ, ടൗണിലുള്ള സ്കൂൾ, ഗതാഗത സൗകര്യമുള്ള സ്കൂൾ, എല്ലാവരും ആഗ്രഹിക്കുന്ന സ്കൂൾ, ആ സ്കൂളിലേക്ക് ഒരാൾ വളരെ സീനിയർ ആയ ഒരാൾ അപേക്ഷിച്ച് അയാൾക്കാണ് കിട്ടേണ്ടത്. പക്ഷെ അയാൾക്ക് സെൻസസ് ഡ്യൂട്ടി ഉണ്ട്. ആ സെൻസസ് ഡ്യൂട്ടി ഉള്ള ആൾക്ക് കിട്ടില്ല, പകരം വളരെ ജൂനിയർ ആയ ആൾക്ക് കിട്ടും. നടക്കുന്ന കാര്യമാണോ? ഈ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഒരു കുന്തവും അറിയുന്നില്ലാത്ത രൂപത്തിൽ ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ചിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രൂപത്തിലേക്ക് നടന്നതുകൊണ്ട് ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് സെൻസസിനെ സംബന്ധിച്ച് നാം ഇത്ര കർശനമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അധ്യാപന പ്രമോഷനും ട്രാൻസ്ഫറും സ്ഥലം മാറ്റവും എല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അധ്യാപകർ ആകെ അസ്വസ്ഥരായിരിക്കുകയാണ്.
ഇങ്ങനെ അസ്വസ്ഥമായ ഒരു മേഖലയിൽ നിന്നാണോ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുക? ഈ പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടണമെങ്കിൽ ഏറ്റവും സംതൃപ്തരായി മാറേണ്ടത് അധ്യാപകരാണ്, അധ്യാപക സമൂഹമാണ്. തന്റെ ജോലി നാളെയുണ്ടോ, തനിക്ക് ട്രാൻസ്ഫർ കിട്ടുമോ, തന്റെ സ്ഥലം മാറ്റം കിട്ടുമോ, പ്രൊമോഷൻ കിട്ടുമോ എന്നൊന്നും അറിയാതെ നിൽക്കുന്ന, ആശങ്കാകുലരായി നിൽക്കുന്ന ഒരു അധ്യാപക സമൂഹം ഉണ്ടാകുമ്പോൾ എങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകും? പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനില്ല. ഇതൊന്ന് അടച്ചുപൂട്ടിയാൽ മതി എന്നുള്ളതാണ് അവരുടെ മനസ്സ്. അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നെ ധാരാളം ഓർമ്മയുണ്ടാവും. മുമ്പ് അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം സ്കൂൾ അടച്ചുപൂട്ടിയവരാണ് ഇവർ. അന്ന് അതിന് തിരിച്ചടി കിട്ടി. 32 ദിവസം പണിമുടക്കിക്കൊണ്ടാണ് ആ ഉത്തരവിനെ നാം അവസാനിപ്പിച്ചത്. 100 കുട്ടികളിൽ കുറവുള്ള എല്ലാ വിദ്യാലയങ്ങളും അടച്ചുപൂട്ടണമെന്ന് 2002 ഉത്തരവിട്ടത് ധവളപത്രത്തിന്റെ തുടർച്ചയായിട്ടാണ്. നോക്കൂ, 2002 അതേ വാചകമാണ് ഈ ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ ആദ്യം കേട്ടത്. KCO, VDO എന്താ വേറെ RCO എന്നൊക്കെ ചോദിച്ച് തിരിച്ചും മറിച്ചും നടന്ന് അവസാനം VD ആയി തീരുമാനം വന്നപ്പോൾ VD പോയി കണ്ടത് AK ആണ്. അക്ഷരമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ പണ്ട് ഈ ആൾജിബ്ര പഠിക്കുമ്പോഴൊക്കെ A എന്ന പോയിന്റ് B എന്ന പോയിന്റിലേക്ക് എന്നൊക്കെ പറയും. ഇപ്പൊ RC, KC, PC ഇതൊക്കെ ആയിക്കോട്ടെ. AK പോയി കണ്ടു, AK ആന്റണിയെ പോയി കണ്ടു. ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ നയപ്രഖ്യാപനം നടത്തിയത് ശ്രീമാൻ AK ആന്റണിയാണ്. അദ്ദേഹം നടത്തിയ നയപ്രഖ്യാപനം മുണ്ട് മുറുക്കിയെടുക്കണമെന്നാണ്, അല്ലേ? ആദ്യത്തെ നയപ്രഖ്യാപനം നടത്തിയത് ശ്രീമാൻ AK ആന്റണി നടത്തിയത് മുണ്ട് മുറുക്കിയെടുക്കണമെന്നാണ്. ആ മുണ്ട് മുറുക്കിയെടുക്കണമെന്നുള്ളത് നാം കേട്ടിട്ടുണ്ട് മുമ്പ്. 2002 മുണ്ട് മുറുക്കിയെടുക്കണം. ആ മുണ്ട് മുറുക്കിയെടുക്കാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരു ധവളപത്രമായിരുന്നു. ഇവരും ധവളപത്രം പുറത്തിറക്കി. ധവളപത്രത്തിൽ പറഞ്ഞൊരു വാചകം അധ്യാപകരുടെ ശ്രദ്ധയിൽ പ്രത്യേകം ഉണ്ടാവണം. പണ്ടാണെങ്കിൽ നേരിട്ട് പറയുകയായിരുന്നു, 100 കുട്ടികൾ കുറവുള്ള സ്കൂൾ അടച്ചുപൂട്ടണം. എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ നോക്കൂ, 2002 ഉത്തരവില്ലേ, 16 അല്ലെ, ജനുവരി 16 ഇറങ്ങിയ ഉത്തരവ്. അതിലൊന്നാണ് ഈ അടുത്ത അക്കാദമിക് ഇയർ കുട്ടികൾ കുറഞ്ഞ അൺഎക്കണോമിക് ആയ സ്കൂൾ അടച്ചുപൂട്ടും. അന്ന് അൺഎക്കണോമിക് എന്ന് പറഞ്ഞാൽ 100 കുട്ടികളാണ്. ആ 100 കുട്ടികളുടെ സ്കൂൾ അടച്ചുപൂട്ടിയിരുന്നത് മലപ്പുറം ജില്ലയിൽ അടക്കം എത്ര സ്കൂൾ ഉണ്ടാവും? എന്നാൽ ഇന്ന് വന്നപ്പോൾ അതൊന്ന് പൊതിഞ്ഞു പറഞ്ഞു. എങ്ങനെയാ? കുട്ടികളുടെ എണ്ണം കുറയുകയും സ്കൂളിന്റെയും അധ്യാപകരുടെ എണ്ണയും കൂടുകയും ചെയ്യുന്നത് റീഡിപ്ലോയ്മെന്റ് വഴി പരിഹരിക്കാം. സംസ്കൃതം പെട്ടെന്ന് ഇതിൽ സ്കൂൾ പൂട്ടുകാർ ആർക്കും മനസ്സിലാവില്ല. കുട്ടികൾ കുറയുന്നു, മറ്റത് കൂടുന്നു. പണ്ട് നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയോട് പെട്രോളിന്റെ വില വർധനവിനെ പറ്റി ചോദിച്ച പോലെ, അവിടെ കൂടിയപ്പോ ഇവിടെ കുറഞ്ഞപ്പോ അങ്ങനെയായി എന്ന് ചോദിച്ചതുപോലെ കുട്ടികളുടെ എണ്ണം കുറയുന്നു, അധ്യാപക എണ്ണം കൂടുന്നു. അധ്യാപക എണ്ണം കൂടുന്നൊന്നുമില്ല. അധ്യാപക എണ്ണം 2 ലക്ഷത്തിനടുത്ത് അധ്യാപകരുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ ഹയർ സെക്കൻഡറി അടക്കം പുതുതായി വന്നിട്ട് 1,70,000 ചില്ലാനുള്ളൂ. അധ്യാപക എണ്ണം കുറയുന്നുണ്ട്. ഇതിനർത്ഥം കുട്ടികൾ കുറവുള്ള സ്കൂൾ അടച്ചുപൂട്ടണം, റീഡിപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. പണ്ട് നമ്മൾ റീഡിപ്ലോയ്മെന്റ് UDF കാലത്ത് വന്നു. നമ്മുടെ ഇവിടെ ഇപ്പൊ BRCയിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുണ്ടല്ലോ. ആ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് പകരം പോസ്റ്റ് പോയ അധ്യാപകരെ വിട്ടു. എല്ലാ ഭാഷക്കാരും വിട്ടു. അറബി, ഉറുദു, സംസ്കൃതംകാരെയാണ് മറ്റു സ്ഥലത്ത് പോസ്റ്റ് കിട്ടാതായത്. മറ്റുള്ളവർക്കൊക്കെ മറ്റു സ്കൂളിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അറബി, ഉറുദു, സംസ്കൃതം പോലെയുള്ള അധ്യാപകരെയാണ് കൂടുതലായി മറ്റു സ്ഥലത്ത് കിട്ടാതെയായത്. അവർക്കൊരു 5-6 ദിവസത്തെ പരിശീലനം എന്നൊരു ചിത്രം വരക്കാൻ പഠിപ്പിക്കുക. റീഡിപ്ലോയ്മെന്റ് ആയിരുന്നു. 1785 പോസ്റ്റുകളാണ് റീഡിപ്ലോയ് ചെയ്യാൻ തീരുമാനിച്ചത്. മറ്റൊന്ന് പഞ്ചായത്തിൽ പോയി ടാക്സ് വാങ്ങുക. അധ്യാപകർക്കുള്ള റീഡിപ്ലോയ്മെന്റിനാണ് കണ്ടെത്തിയ പോസ്റ്റ് ആയിരുന്നു. പഞ്ചായത്തിൽ ജനകീയാസൂത്രണം വന്നപ്പോൾ വലിയ ജോലി ഭാരം വന്നിട്ടുണ്ട്. അവിടെ വേണ്ടത്ര സ്റ്റാഫിനെ നിയമിച്ചിട്ടില്ല. പോസ്റ്റ് പോയ മാഷ് അവിടെ പോയി ടാക്സ് വാങ്ങട്ടെ. ആ റീഡിപ്ലോയ്മെന്റിനെ അവസാനിപ്പിച്ചുകൊണ്ടാണ്
LDF വന്ന് ഈ അധ്യാപകരെ 4090 അധ്യാപകരെ തസ്തികകളിൽ നിയമിച്ചത് ഓർമ്മയുണ്ടാവും. ഇവിടെയൊക്കെ നമ്മുടെ HTB പോസ്റ്റിൽ, അധ്യാപക തസ്തികകളിൽ, അതുപോലെ കൈറ്റിൽ പോയ പോസ്റ്റിൽ, അല്ലെങ്കിൽ 1:1 പോസ്റ്റിൽ. അധ്യാപകരാണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്, ഇങ്ങനെ മനസ്സിലാവും, നാട്ടുകാർക്ക് മനസ്സിലാവില്ല. ഈ തസ്തികകളിലേക്കൊക്കെ മാറ്റിയത് LDF ഗവൺമെന്റ് ആയിരുന്നു. അത് തിരിച്ചു വരികയാണ്. അതാണ് ധവളപത്രത്തിലെ പുതിയ പ്രഖ്യാപനം. മറ്റൊന്ന്, വൈദ്യുതി ഇപ്പൊ കൊടുക്കുന്നത് കുറഞ്ഞ വിലക്കാണ്. വൈദ്യുതി ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിങ്ങനെ വിട്ടാൽ പോരാ, അത് സ്വകാര്യവൽക്കരിക്കണം. ഇന്ത്യയിൽ എവിടെയെല്ലാം വൈദ്യുതി സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പാവപ്പെട്ടവന്റെ വീട്ടിലെ ബൾബ് ഊരിയിട്ടുണ്ട്, അവന്റെ വൈദ്യുതി കട്ട് ചെയ്തിട്ടുണ്ട്. അദാനിയും അംബാനിയും പോലെയുള്ള ബഹുരാഷ്ട്ര കുത്തകകൾ ഈ മേഖലകളിലേക്ക് കടന്നു വരികയാണ്. ആ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ വൈദ്യുതി മേഖല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ വീടുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വൈദ്യുതി കിട്ടുമോ എന്ന് നാം അന്വേഷിക്കും. ആ വൈദ്യുതി കിട്ടുമെങ്കിൽ അപ്പൊ എല്ലാ വീട്ടിലും, ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും വൈദ്യുതി ഒരു മസ്റ്റാണ്. അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിലെമ്പാടും നാം ഒരുക്കിയിട്ടുണ്ട്. കമ്പികളാവട്ടെ, കാലുകളാവട്ടെ, മറ്റു സംവിധാനങ്ങളാവട്ടെ, ട്രാൻസ്ഫോർമറുകളാവട്ടെ, എല്ലാ കാര്യങ്ങളും അത് സ്വകാര്യവൽക്കരിക്കുമെന്നതിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് NPS-കാർക്ക് അഷ്വേർഡ് പെൻഷൻ കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. നമ്മുടെ ഡിമാൻഡ് NPS പിൻവലിക്കണമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ അന്ന് NPS പിൻവലിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് ചൂട്ടുപിടിച്ച ആളുകൾ ഇന്ന് ധവളപത്രത്തിൽ പറഞ്ഞത് ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളവും പെൻഷനും കൊടുക്കുന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ചെലവ്. നോക്കൂ അതിന്റെ ഒരു സൂത്രം. അധ്യാപകരുടെ ശമ്പളം, ജീവനക്കാരുടെ ശമ്പളം, പലിശ, അത് മൂന്നൂടെ കൂട്ടുക. അധ്യാപക ശമ്പളം, ജീവനക്കാരുടെ ശമ്പളവും കൂട്ടി 50% വരുന്നുള്ളൂ. ബാക്കിയുള്ള 27% പലിശയാണ്. പലിശ ഇതിലേക്ക് കൂട്ടി. ആദ്യം പലിശ പറയും, 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും പ്രസംഗിക്കുക ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്നു എന്നാ പറഞ്ഞു. ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്നത് വെറുതെയാണോ? ഈ നാട്ടിലെ ആളുകളെ പഠിപ്പിച്ച്, കുട്ടികളെ പഠിപ്പിച്ച് നല്ല പൗരന്മാരാക്കി മാറ്റുകയും ഈ രാജ്യത്തിന്റെ സമ്പത്താക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. ആരോഗ്യ മേഖല മന്ത്രി മാറിയപ്പോ കണ്ടല്ലോ. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ജില്ലയിലെ മന്ത്രിമാർ കൊതുകിന്റെ ചാട്ടത്തിന്റെ ഒക്കെ ഡയലോഗ് കേട്ടില്ലേ? അല്ലെ, എന്താ വെള്ളത്തിൽ കിടന്നാൽ കൊതുക് 800 മീറ്റർ ചാടുന്നു. ഇതൊക്കെ ഒരു മന്ത്രിയാ പറയുന്നത്. ഒരു മന്ത്രി പരസ്യമായി പറയുകയാണ്. അത് ആ യോഗത്തിൽ പൂർണ്ണസമയം ഉറങ്ങാതിരുന്നിട്ടുണ്ടാവില്ല. ഉറന്നപ്പോ കേട്ടത് വെച്ച് പണ്ടൊരാൾ പറഞ്ഞ പോലെ അരണ കടിച്ചാൽ ഉടനെ മരണം. ആ പേജ് മറിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ചൊല്ലുണ്ട് എന്ന് പിന്നെ പറഞ്ഞു. അങ്ങനെ ഒരു അന്ധവിശ്വാസമുണ്ട്. അതുപോലെ എന്നൊരു ചൊല്ലൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോ 800 മീറ്റർ ചാടും, 1000 മീറ്റർ ചാടും എന്നൊക്കെ ഒരു മന്ത്രി തന്നെ പ്രസ്താവിക്കുക. മറ്റൊരു മന്ത്രി, ആരോഗ്യമന്ത്രി പറയുന്നത്, ഞാൻ പണ്ട് പറഞ്ഞ പ്രതിപക്ഷ നേതാവായപ്പോ പറഞ്ഞൊന്നും ഇപ്പൊ ബാധകമല്ല, അതൊക്കെ അന്ന് പറഞ്ഞത് പോയി. അങ്ങനെയാണ്. KSTA-ക്കാർ UDF ഗവൺമെന്റ് ആണെങ്കിലും LDF ഗവൺമെന്റ് ആണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. നോക്കൂ, ടിങ്കിൾ ഇപ്പൊ നമ്മളെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് ഹാൻഡ് ബുക്ക് ഇറക്കി. LDF മാറി UDF വന്നു. എന്നാ വേണ്ട, പ്രതിപക്ഷത്ത് LDF ആവുമ്പോ വേണം, UDF ആവുമ്പോ വേണ്ട എന്നുള്ള നിലപാട് നമുക്കില്ല. വിദ്യാജ്യോതി കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മളെപ്പോഴും ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മേഖലയിൽ നമ്മുടെ വാക്കിന് മാറ്റമില്ല. എന്നാൽ അന്ന് പ്രതിപക്ഷത്ത് പറഞ്ഞത് ഇപ്പൊ കാര്യമാക്കണ്ട എന്നാണ് എന്റെ ബാക്കിലെ ബോർഡ് നോക്കിയാൽ മതി. ആരോഗ്യ മേഖലയിൽ എന്തിനാണ് ഡോക്ടർമാരെയും നഴ്സുമാരെയും പോസ്റ്റ് ചെയ്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? ഈ കേരളമാണ് ഇന്ന് ലോകത്ത് തന്നെ ആരോഗ്യരംഗത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ രൂപത്തിൽ ചികിത്സ കിട്ടുന്ന
ജനകീയ ആരോഗ്യ മാതൃകകളുള്ള സംസ്ഥാനം. ഈ ശമ്പളം കൊടുക്കുന്നതൊക്കെ വെറുതെയാണ് എന്നാണ് ഇവർ പറയുന്നത്. ബഹുഭൂരിഭാഗം ശമ്പളം നമ്മുടെ പോലീസുകാർക്കല്ലേ? നമ്മുടെ സുരക്ഷിതത്വം നൽകുന്ന പോലീസുകാരെ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? സ്കൂളുകളിൽ അധ്യാപകർ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? ആശുപത്രികളിൽ ഡോക്ടർമാരും നഴ്സുമാരും വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? കുട്ടികൾ കൈ കമ്പിക്കടയിൽ കുടുങ്ങിയാൽ പോലും ഓടി വരുന്ന ഫയർഫോഴ്സുകാരന് ശമ്പളം കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ആ ജീവനക്കാരും അധ്യാപകരുമാരും പുരമൊളിച്ച് പുറത്തേക്ക് വന്നതല്ല, ഈ നാടിനെ സേവിക്കാൻ വേണ്ടി, ഈ നാടിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ കൂലി വാങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. UDF വരുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഈ കാര്യങ്ങൾ. അത്തരം പ്രവർത്തനങ്ങളുമായി തന്നെയാണ് അവർ ധവളപത്രം പുറത്തിറക്കിയിട്ടുള്ളത്. ധവളപത്രത്തിൽ മറ്റൊന്ന് പറയുന്നത്, പൊതുമേഖലകളൊക്കെ വിറ്റഴിക്കാം. എന്തിനാണ് ഗവൺമെന്റ് ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുന്നത്? ഗവൺമെന്റ് ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുന്നത് എന്തിനാണ്? അപ്പൊ ചിലപ്പോ നമ്മുടെ ആളുകൾക്കും ചിലപ്പോ തോന്നും അത് ശരിയാണ്, ഗവൺമെന്റ് എന്തിനാണ് നഷ്ടം സഹിച്ചത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം, പണമുള്ളവൻ മാത്രം പഠിച്ചാൽ പോരെ? പണമില്ലാത്തതുപോലെ ചെറിയ വിദ്യാഭ്യാസം എന്തെങ്കിലും കൊടുത്താൽ പോരെ? എന്തിനാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്? എല്ലാവരെയും പഠിപ്പിക്കാൻ വിദ്യാലയം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നതാണ് അടുത്ത ചോദ്യം. അതും സ്വകാര്യവൽക്കരിച്ചുകൂടെ എന്ന ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ധവളപത്രം വലിയ അപകടകരമായ കാര്യമാണ്. എന്നാൽ ഇവർ കരുതിക്കുട്ടി മിണ്ടാതെ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ധവളപത്രം ഇറക്കുമ്പോൾ അവർ പറയേണ്ടത്, സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം തരാത്തത് കൊണ്ടാണ് ഇവിടെ കടമുണ്ടാവുന്നത്. കഴിഞ്ഞ LDFന്റെ കാലത്ത് കടം കുറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, 2011 78,000 കോടിയാണ് നമ്മുടെ കടം. അത് 2016 UDF പോയപ്പോൾ ഇരട്ടിയായി, 1,55,000 കോടിയായി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര വരണം? 1,55,000 5 വർഷം കൊണ്ട് 3,10,000 അത് ഇരട്ടിച്ചാൽ 6,20,000, കറക്റ്റ് വരാനിൽ 6,23,000 വരണം. അതാണ് സതീശൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. 6 ലക്ഷം കടമുണ്ട്, 6 ലക്ഷം കടമുണ്ട് എന്ന് പറഞ്ഞിരുന്ന രഹസ്യം. 5 ലക്ഷമേ കടമുള്ളൂ. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിന്റെ കടത്തിന്റെ വളർച്ചയെ 1 ലക്ഷം താഴേക്ക് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എങ്ങനെയാവുമ്പോൾ നമ്മുടെ നികുതി പിരിച്ചു കൊണ്ടുപോയി അതിന്റെ വിഹിതം പോലും തരാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ, നമ്മുടെ പാവപ്പെട്ട കുട്ടികളുടെ SSK വിഹിതം പോലും തരാത്ത ഗവൺമെന്റിന്റെ മുമ്പിൽ അതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞില്ല. കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി ധവളപത്രത്തിൽ പറയാൻ ധൈര്യമില്ല. അവിടെ മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന് ഒത്തുപോകുന്ന നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ തെരഞ്ഞെടുത്തപ്പോൾ RSSകാരനായ വൈസ് ചാൻസലറെ പോസ്റ്റ് ചെയ്തു. 30 ആളുകളെ അവിടുത്തെ സെനറ്റിലേക്ക് നിർദ്ദേശം ചെയ്യേണ്ടതിൽ 19 ആളുകളെയും RSSകാരെ പോസ്റ്റ് ചെയ്തു. ഒരക്ഷരം മിണ്ടിയില്ല. കഴിഞ്ഞ ദിവസം RSS നടത്തിയ പരിപാടിയിൽ നമ്മുടെ VC-മാർ പോയിരുന്നു. VC-മാർ പോയിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താ? മുമ്പ് പ്രതിപക്ഷ നേതാവ് ആയപ്പോൾ ചെയ്യുന്നത് പോലെ ഫേസ്ബുക്ക് പേജിലാണ്, പോസ്റ്റിലാണോ വേണ്ടത്? നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടയാളാണ്. അവരോട് നോട്ടീസ് കൊടുത്ത് എന്തുകൊണ്ട് പോയി എന്ന് ചോദിക്കുന്നതിന് പകരം ഫേസ്ബുക്കിൽ മാപ്പ് പറയണം എന്നുള്ളൊരു കത്ത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ വിഷയമുണ്ടായിരുന്ന ഒന്നായിരുന്നു PM ശ്രീ. PM ശ്രീയെ പറ്റി ഇപ്പോൾ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PM ശ്രീ എന്താ? PM ശ്രീ പദ്ധതി കേരളത്തിലെ 265 ബ്ലോക്കുകളിൽ ഓരോ ബ്ലോക്കിലും ഓരോ സ്കൂളിനെ തെരഞ്ഞെടുക്കും. ആ സ്കൂളിന് 5 വർഷം കൊണ്ട് 5 കോടി രൂപ കൊടുക്കും. അതൊരു മാതൃകാ സ്കൂളായി മാറും. ആ സ്കൂളിന്റെ പേര് PM ശ്രീ സ്കൂൾ എന്നാക്കും. എന്നാൽ കേരളം അതിൽ ആദ്യം ഒപ്പിട്ടു. എന്നാൽ മന്ത്രിസഭ തീരുമാനിക്കുകയും അതിൽ നിന്ന് പിൻവലിയുകയും അത് ക്യാപ്റ്റൻ അബേൻസ് വെക്കുകയും ചെയ്തു. അന്ന് ഒപ്പിട്ട കാലത്ത് ഇവിടെ വലിയ വിവാദമായിരുന്നു. BJP-യും
ഇടതുപക്ഷവും ഒന്നിച്ചുകൂടി പാഠ്യപദ്ധതി വർഗീയവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞവർ ഇപ്പോൾ ഇതാ PM-ശ്രീ ഒപ്പിടാൻ പോവുകയാണ്. അവർ പറയുന്ന ന്യായങ്ങൾ PM-ശ്രീയുടെ പണം ഇടതുപക്ഷ ഗവൺമെന്റ് വാങ്ങിയിട്ടുണ്ടെന്നാണ്. PM-ശ്രീ ഇപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ അറിയാം, നവോദയ സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും അല്ലാതെ ഒരു വിദ്യാലയം പോലും PM-ശ്രീ സ്കൂളുകളായി ഏറ്റെടുത്തിട്ടില്ല. PM-ശ്രീ സ്കൂളുകൾ 265 ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അന്നത്തെ ഗവൺമെന്റ് ഒരു സ്കൂൾ പോലും ഏറ്റെടുത്തിട്ടില്ല. അതിനൊരു നയാ പൈസ പോലും വാങ്ങിയിട്ടില്ല. പിന്നീട് ഏതാ 92 കോടി കിട്ടിയത്? അതാണല്ലോ പറയുന്നത്. ഷംസുദ്ദീൻ എപ്പോഴും പറയുന്നത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എപ്പോഴും പറയുന്നത് 92 കോടി കിട്ടിയെന്ന. ഈ 92 കോടി എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കിട്ടേണ്ട തുകയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 1 മുതൽ 8 വരെയുള്ള കുട്ടിക്ക് ഉച്ചഭക്ഷണത്തിന് വകുപ്പുണ്ട്, നിർബന്ധമാണ്. 1 മുതൽ 8 വരെയുള്ള കുട്ടിക്ക് യൂണിഫോം കൊടുക്കണം, നിർബന്ധമാണ്. 1 മുതൽ 8 വരെയുള്ള കുട്ടിക്ക് പാഠപുസ്തകം കൊടുക്കണം, നിർബന്ധമാണ്. 1 മുതൽ 8 വരെയുള്ള കുട്ടികളായ ഭിന്നശേഷിക്കാർക്ക് പിന്തുണ കൊടുക്കണം, നിർബന്ധമാണ്. ഭരണഘടനാപരമായി നിർബന്ധമാണ്. ആ വിഹിതം മാത്രമാണ് തന്നില്ലെങ്കിൽ കേസ് പോവും. കേസ് പോയാൽ സുപ്രീം കോടതി വിധിക്കും. അത് കൊടുക്കേണ്ടതാണ്. അത് മാത്രമാണ് തന്നത്. അത് തന്നെ തരാൻ കുറെ താമസിച്ചു. ഇപ്പോൾ കിട്ടിയ 240 കോടിയും അത് തന്നെയാണ്. അല്ലാതെ PM-ശ്രീക്ക് വേണ്ടി 5 പൈസ പോലും ഈ ഗവൺമെന്റ് വാങ്ങിയിട്ടില്ല. മറ്റൊരു വളരെ നിഷ്കളങ്കമായി എന്ന രൂപത്തിലേക്കുള്ള പ്രചരണം എന്താ? അയ്യോ, ഇടതുപക്ഷ ഗവൺമെന്റ് ഒപ്പിട്ട് പോയി, ഞങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ കണ്ടീഷൻ വായിച്ചാൽ അറിയാം. 1 മാസത്തെ നോട്ടീസ് കൊടുത്ത ആർക്കും, 2 കക്ഷിക്കും, കേന്ദ്രത്തിനാണെങ്കിൽ കേന്ദ്രം, സംസ്ഥാനത്തിനാണെങ്കിൽ സംസ്ഥാനം, അതിൽ നിന്ന് പിൻവാങ്ങാം എന്നതായി അതിൽ തന്നെ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, കേരളം അതിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് കത്തയച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒപ്പിട്ട് കേന്ദ്ര ഇവർ വിചാരിക്കുന്നത് ഈ 5 കോടി കിട്ടുന്നതാണോ? 2027 മാർച്ചിൽ ആ പദ്ധതി തീരും, PM-ശ്രീ തീരും. ഇനി ഒപ്പിട്ടാൽ പോലും കിട്ടാൻ പോകുന്നത് 1 കോടിയാണ്. ആ 1 കോടിയുടെ 60%, അപ്പൊ എത്രയാ? 60 ലക്ഷം രൂപ. ഇനി ഒപ്പിട്ടാൽ പോലും കിട്ടാൻ പോകുന്നത് 1 വർഷത്തെ 60 ലക്ഷം രൂപയാണ്. ആ രൂപക്ക് വേണ്ടിയല്ല ഇവരത് ഒപ്പിടുന്നത്. ഇവരത് ഒപ്പിടുന്നത് ഞങ്ങൾ BJP-യോടൊപ്പമാണ്, നിങ്ങൾ VC-യെ വെച്ചോളും, നിങ്ങൾ RSS-നെ നിയമിച്ചോളും, നിങ്ങൾ പാഠപുസ്തകം മാറ്റിക്കോളും, എന്നാലും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, നിങ്ങളുടെ വിനീത വിധേയരാണ്, നിങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ ഞങ്ങളില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ റോട്ടിലിറക്കാത്ത നമ്മുടെ സമരം നാം കണ്ടിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനുമായി ഏറ്റുമുട്ടിയെന്ന് നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് ഞങ്ങളില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് കാണിക്കുന്നതാണ് അതിലുള്ള നിലപാട്. ആ നിലപാട് തന്നെയാണ് സ്റ്റാഫുകളെ അടക്കം നിയമിക്കുന്നതിൽ BJP-ക്കാരുണ്ട് എന്ന് വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ വിഷയമായിരുന്നല്ലോ സ്വർണ്ണക്കള്ള. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഇത് അതിനെ പറ്റിയൊരു സദസ്സല്ല. സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും വലിയ സ്വർണം കട്ടതാരപ്പാടുള്ള പാട്ടൊക്കെ പാടി നടന്നവർക്ക് ആ സ്വർണ്ണ കള്ളക്കടത്തുകാരന്റെ വക്കീലിനെ തന്നെ ഗവൺമെന്റ് വക്കീലാക്കി വെക്കുകയും അയാൾ വന്ന് രേഖകൾ പരിശോധിച്ച് വീണ്ടും രാജിവെച്ച് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, എത്ര കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ തങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പറഞ്ഞതൊക്കെ ഒരു മന്ത്രി പറയുന്നു, പിറകിലേക്ക് നോക്കൂ, ബോർഡ് മാറി, പണ്ട് പറഞ്ഞതൊന്നും ഓർക്കേണ്ടതില്ല. മറ്റൊരാൾ പറയുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് അന്ന് പറഞ്ഞതാണ്, ഇപ്പോൾ പുതിയ വക്കീലാണ്, പറഞ്ഞതൊന്നും കൂട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ് കാലുമാറിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നാം കാണുന്നത്. അതിന്റെ തുടർച്ച നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞു. ഭരണം കിട്ടിയ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ പാഠ്യപദ്ധതി കാലോചിതമായി പരിഷ്കരിച്ചിട്ടില്ല എന്നാണ്. നോക്കൂ, പരിഷ്കാരം നടന്ന് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ കഴിഞ്ഞ വർഷം പരിഷ്കരിച്ചില്ല. UDF 2013 പരിഷ്കരിച്ച പാഠ്യപദ്ധതി തന്നെ തുടർന്നു. രണ്ടാമത്തെ ഇടതു മുന്നണി വന്നപ്പോഴാണ് 10 വർഷം കഴിഞ്ഞു, അപ്പോഴാണ് പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. രാഷ്ട്രീയ പ്രേരിതമായി പരിഷ്കരിക്കാനേ തീരുമാനിച്ചില്ല.
ആ 23 തുടങ്ങിയ പരിഷ്കരണം ഇപ്പോൾ +1 എത്തി നിൽക്കുന്നു. ആ പരിഷ്കരണം വെറുതെ അങ്ങ് നടത്തുകയല്ല ചെയ്തത്. താഴെ സ്കൂളുകളിൽ വരെ പോയി PTA വിളിച്ചു കൂട്ടില്ലേ? നമ്മുടെ അവിടേക്ക് എന്താണ് സ്ത്രീ ലിംഗസമത്വം അല്ലെ? എന്തൊരു ചർച്ചയായിരുന്നു. അങ്ങനെ വിവിധ രൂപത്തിൽ ചർച്ച ചെയ്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവിനോടും MLA മാരോടും പഞ്ചായത്ത് മെമ്പർമാരോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും എല്ലാം അഭിപ്രായം ചോദിച്ച് പരിഷ്കരിച്ച പാഠ്യപദ്ധതി കാലോചിതമല്ലത്രേ. അതിന് തുടർച്ചയായി ഈ മേഖലക്ക് പിന്തുണ നൽകേണ്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു പൊതുവിദ്യാലയങ്ങളിലെ കുട്ടിക്ക് എഴുതാൻ വയ്യ. കാരശ്ശേരി മാഷ അതിലെ വലിയ ആള് എന്താണ് ഫുൾ A+ വാങ്ങിയ കുട്ടിക്ക് എഴുതാൻ വയ്യ ഒന്ന് എഴുതിച്ചു നോക്കണം. പണ്ടത്തെ ഒരു കുട്ടി ഇപ്പോഴത്തെ കുട്ടി എഴുതിയതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഉദ്ദേശം എന്താ? PM ശ്രീ ഒപ്പിടുക, പാഠ്യപദ്ധതി മാറ്റുക, ആ പാഠ്യപദ്ധതിയിൽ RSSകാരും BJPക്കാരും മുന്നോട്ട് വെക്കുന്ന വർഗീയ അജണ്ടകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം സ്കൂൾ അടച്ചുപൂട്ടുന്ന കാര്യവും. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഇവർ പറയും. കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു എന്നത്രേ പറഞ്ഞത്. ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞത്രേ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ നടപ്പിലാക്കിയല്ലോ എന്ന്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ പകുതിയോളം സ്കൂൾ അടച്ചുപൂട്ടുമായിരുന്നു. ഇന്ത്യയിലാകെ 98,000 സ്കൂൾ 10 വർഷം കൊണ്ട് അടച്ചുപൂട്ടി എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, നീതി ആയോഗിന്റെ റിപ്പോർട്ടിലാണ്. 98,000 ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ 98,000 ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ അടച്ചുപൂട്ടിയപ്പോ 50,000-ലധികം സ്വകാര്യ സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. അതേസമയം 20 കോടിയോളം കുട്ടികൾ ഉള്ളതിൽ ഒരു 5-6 കോടിയോളം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള കണക്ക് ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. സ്കൂളുകളിൽ പോകാത്ത കുട്ടികൾ അവിടെ നിൽക്കുന്നു. അവർ പോകേണ്ട ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ അടച്ചുപൂട്ടുന്നു. അവർക്ക് പോകാൻ പറ്റാത്ത, പണം കൊടുത്ത് മാത്രം പോകാൻ പറ്റുന്ന അൺഎയ്ഡഡ് സ്കൂൾ ആരംഭിക്കുന്നു. ആരുടെ താല്പര്യമാണ് കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലാണ് 27,000 സ്കൂളുകളുടെ എണ്ണം 4,000-ആയി കുറക്കാൻ തീരുമാനിച്ച്. സ്കൂൾ പൂട്ടുക എന്ന് പറയില്ല, സ്കൂൾ അടച്ചുപൂട്ടുക എന്ന് പറയില്ല, എന്താ പറയാ, 27,000 സ്കൂളുണ്ട്, നമുക്ക് 4,000-ആയി കുറക്കണം. അതിനർത്ഥം മലയാളം എന്താ? 23,000 സ്കൂൾ അടച്ചുപൂട്ടാൻ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി നേതൃത്വത്തിൽ തെലങ്കാനയിൽ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ രൂപത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ വരുന്ന, ഇവിടെ നമുക്ക് നിലമ്പൂരിലുള്ളവർക്ക് മനസ്സിലാവും, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. അവർ നമ്മുടെ ഭാഷയല്ല പറയാ. പണ്ട് മഞ്ചേരിയിലായിരുന്നു ആദിവാസി പണിയ വിഭാഗത്തിലുള്ള കുട്ടികളുടെ സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ആന എന്നുള്ളതിന് ആന എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് അതിന് പകരം വേറൊരു വാക്കാണ്, ഞാൻ മറന്നു അതിപ്പോ. ആ വാക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. നമ്മുടെ TTC-യും B.Ed-ഉം പാസ്സായ 1ാം ക്ലാസ്സിലെ ടീച്ചർക്ക് ആന എന്നുള്ളതിന് എലിഫന്റ് എന്ന് പറയാൻ അറിയുന്നല്ല. അത് ആന വേറെ വാക്കറിയുമോ? അവരുടെ ഭാഷ അറിയുമോ? അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ ഭാഷ മനസ്സിലാക്കി കൊടുക്കാനാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഗോത്രബന്ധു അധ്യാപകരെ നിയമിച്ചത്. അവർ സ്കൂളിൽ വരും. സ്കൂളിൽ വന്ന് ഈ പാഠപുസ്തകത്തെ അവരുടെ ഭാഷയിലാക്കി കൊടുക്കും, പഠിപ്പിക്കും. അങ്ങനെ ആ കുട്ടികൾക്ക് വലിയ നേട്ടമുണ്ടായി. ആദിവാസികളുടെ ഇടയിൽ നിന്ന് ജോലിക്കാരും മറ്റും ധാരാളം ഉണ്ടായി. എന്നാൽ അവരെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവരെ തിരിച്ചെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അലംഭാവം തുടരുന്ന സംസ്ഥാന സർക്കാർ എത്ര എളുപ്പമാണ് ഓരോരുത്തരും പ്ലേറ്റ് മാറ്റിയെടുക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ വർഷം ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് തീരെയാണ് കൊന്നല്ലേ? ഫസ്റ്റ് അലോട്ട്മെന്റ് അഡ്മിഷൻ തീരെയാണ്. കഴിഞ്ഞ വർഷം ഇതിലൊന്നും നടക്കാൻ വയ്യായിരുന്നു അല്ലേ? ബദറിൽ മറ്റേ ഷഹാദ ആവാൻ പോകുന്ന മാതിരി ഇങ്ങനെ പോവുകയായിരുന്നു. ബദർ യുദ്ധത്തിന് പോകേണ്ട ആവേശത്തിലാണ് പോയിരുന്നത്. എന്താ കാര്യം? സീറ്റില്ല. ശിവൻകുട്ടി യോഗം വിളിച്ചു, കാർത്തികേയൻ നായർ കമ്മിറ്റി വെച്ചു, ഏറ്റവും കൂടുതൽ സീറ്റ് മലപ്പുറം ജില്ലയിൽ കൊടുത്തു. അപ്പൊ പറഞ്ഞു അത് താൽക്കാലിക പോസ്റ്റാണ്. ഇപ്രാവശ്യം എന്താ? ഒന്നും മാറ്റം വരുത്തിയില്ല. ഒരു മാറ്റവും വരുത്താതെ അത് തന്നെ
മന്ത്രി പറഞ്ഞത് തൽക്കാലം സഹിച്ചോളൂ, ഞങ്ങളൊക്കെ മന്ത്രിയായല്ലോ എന്നാണ്. ഞങ്ങളൊക്കെ മന്ത്രിയായി, ഇനി നിങ്ങൾ തൽക്കാലം സഹിച്ചോളൂ എന്നാളുകളോട് പറയുന്ന രൂപത്തിലേക്ക് പോവുകയാണ്. ഈ രൂപത്തിലേക്ക് ജനവിരുദ്ധമായ നിലപാടുകളുമായി അവർ പോവുകയാണ്. പക്ഷെ ഇത് മധുവിധ കാലമാണ്, സർക്കാരിന്റെ ഹണിമൂണാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ ഹണിമൂണിൽ ഇത്രയധികം ജനവിരുദ്ധ പ്രവർത്തനമാണ്, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് സമരത്തിന് വരേണ്ടി പോകുന്നത്. വലിയ നടപടികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജവാദ് മാഷ് തിരുവനന്തപുരത്തെ ജോയിന്റ് സെക്രട്ടറിയാണ്, എവിടെ ആറ്റിങ്ങൽ സ്കൂൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ്. അദ്ദേഹം മെയ് 30 റിട്ടയർ ചെയ്യണം. അപ്പോഴാണ് മെയ് 28-ന് 29-നോ അവിടുത്തെ കോൺഗ്രസ്സുകാർ ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നു. ഇയാൾ സതീശനെ കളിയാക്കി പോസ്റ്റ് ഇട്ടു. ഉടനെ തന്നെ ഇദ്ദേഹത്തെ എത്ര എളുപ്പമെന്നറിയോ? വിജിലൻസ് DGPയുടെ റിപ്പോർട്ട്, DGയുടെ റിപ്പോർട്ട് എല്ലാം എത്ര പെട്ടെന്ന് വന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, പത്രക്കാർ ചോദിച്ചു നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്? അപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്റെ നഗ്ന ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്, അതൊക്കെ സഹിക്കാൻ പറ്റുമോ? ഞാനും ആകെ പേടിച്ചു. നമ്മുടെ ഒരു ജോയിന്റ് സെക്രട്ടറി ഇങ്ങനെ ചെയ്തോ? KSTM അത്യാവശ്യം നിലവാരമുള്ള ആളുകളാണ്, അധ്യാപകർ തന്നെ നിലവാരമുള്ളതാണ്, അതിൽ നിലവാരം കൂടിയ ആളുകളാണ് KSTക്കാർ. അവരുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇങ്ങനെ പോസ്റ്റ് ഇട്ടു. ഞാൻ അയാളെ വിളിച്ചു, നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ഇട്ടോ? അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത് അയച്ചു തന്നു. എന്താണ് പൂച്ച വെച്ച് കിടക്കുന്ന ഖജനാവ് എന്ന് പറഞ്ഞിടത്ത് സ്വർണ്ണാഭരണ കണക്ക് പുറത്തു വന്നല്ലോ. പൂച്ച വെച്ച് കിടക്കുന്ന ഖജനാവിൽ 6000 കോടി ഉണ്ട് എന്ന് പുറത്തു വന്നു. ആശമാർക്ക് പൈസ എടുത്തു കൊടുത്തു, ചില ആളുകൾക്കൊക്കെ കൊടുത്തു. അത് വന്നപ്പോ ഇയാളൊരു പോസ്റ്റ് ഇട്ടു, പൂച്ച വെറ്റ് അയാൾ ഇട്ട പോസ്റ്റ് വേറെ ആൾ ഷെയർ ചെയ്തതാണ്. പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവിന് പകരം സ്വർണ്ണാഭരണങ്ങൾ നിറഞ്ഞൊരു ഖജനാവ്, അതിന്റെ മുകളിൽ നമ്മുടെ മുഖ്യമന്ത്രി കിടക്കുന്നു, ഫുള്ള് ഡ്രസ്സൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മടിയിൽ നഗ്നനായ ഒരു പൂച്ച കിടക്കുന്നു. പൂച്ച നഗ്നന, അതാത്ര സസ്പെൻഡ് ചെയ്യാൻ. പിറ്റേ ദിവസം നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇത് സസ്പെൻഡ് ചെയ്തോളൂ, ഞങ്ങൾ നിങ്ങൾ ഇറങ്ങുന്നിടത്ത് മുഴുവൻ ഇത് വെക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ 1,00,000 മെമ്പർമാരും നാളെ അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഈ പോസ്റ്റ് ഇടാൻ പോവുകയാണ്. മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാം, ഓഫീസിലേക്ക് കയറുമ്പോൾ കാണാം, വഴിയിൽ കാണാം, എല്ലാം ഈ ബോർഡ് വെക്കാൻ പോവുകയാണ്. നാം പ്രഖ്യാപനം കഴിഞ്ഞ് 1 മണിക്കൂറിനകം സസ്പെൻഷൻ പിൻവലിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചപ്പോഴും ഒരു കാൽ മേലെ വെക്കാൻ ശ്രമിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചപ്പോൾ മാഷോട് ഇനി ഇത് ആവർത്തിക്കരുത്, 30 റിട്ടയർ ചെയ്യുന്ന മാഷോട് 30 ഇനി ഇത് ആവർത്തിക്കരുത്, 30 റിട്ടയർ ചെയ്യുന്ന മാഷോട് ഇനി 30 ആവർത്തിക്കരുത് എന്ന് മാത്രമല്ല, വിശാല ഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള വാക്കുകൂടെ അതിൽ ചേർത്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഉത്തരവും ഇറക്കി തടി തപ്പിപ്പോവുകയാണ് ചെയ്തത്. നമ്മുടെ ബിനേഷ് മാഷെ ട്രാൻസ്ഫർ ചെയ്തു. ആദ്യം വയനാട്ടിലേക്ക് കൊടുത്തു, 2 ദിവസം കഴിഞ്ഞപ്പോ കാസർഗോട്ടേക്ക് മാറ്റി. സമരം വന്നു, ഇപ്പൊ സ്റ്റേ ചെയ്ത് നിൽക്കിയിരിക്കുകയാണ്. ഇതിലൊക്കെ ഇവർക്ക് സമയമുണ്ട്. അതിനിടയിലാണ് ഹൈസ്കൂൾ അധ്യാപകരുടെ സ്ഥലം മാറ്റം. നമ്മുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒക്കെ വളരെ കൃത്യമായാണ് നടക്കാറുള്ളത്. ചില ആളുകൾക്കൊക്കെ എന്നോടൊക്കെ ദേഷ്യമാണ്, നമ്മളെ കാലത്ത് ഇങ്ങനെ നടത്താൻ പാടുണ്ടോ, ഒക്കെ ശരിക്കും ഒന്ന് കൈക്കറിയൊക്കെ ചെയ്യണ്ടേ. പക്ഷെ എല്ലാവരും ഒരുപോലെ നീതിക്ക് അർഹരാണ്. നീതിയും ന്യായവും ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതോ ഏത് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തതോ എന്നല്ല, എല്ലാവർക്കും ഒരുപോലെ നീതി നൽകുന്നതാണ് ഇടതുപക്ഷ രീതി, KSTകാരന്റെ രീതി എന്നുള്ളത് കൊണ്ട് തന്നെ നാം അതിന് കൂട്ടു നിൽക്കാറില്ല. എല്ലാം കൃത്യമായി ഓൺലൈൻ നടക്കുന്ന ഹെഡ് മാസ്റ്റർമാരുടെ ട്രാൻസ്ഫർ ഇപ്പോ 6 ആളുകൾക്ക് ഭരണപരമായ സൗകര്യത്തിന് കൊടുത്തിരിക്കുക. അപ്പൊ സെൻസസ് ഒന്നുമില്ല. ഇഷ്ടക്കാർക്ക് ഞാൻ ആരോപിക്കുന്നു, പണം വാങ്ങിയും സ്വജനപക്ഷപാതം നടത്തിയുമാണ് നടക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം DGയിലെ ഉദ്യോഗസ്ഥരെ കണ്ടു പറഞ്ഞു, ഈ പണത്തിന്റെ ഷെയർ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുമായി മുന്നോട്ട് പോയാൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും. KSTയെ മാറ്റി നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഒരു DG പോലും അവിടെ ഉറച്ചിരിക്കുന്നില്ല.
ഇവർ അധികാരത്തിൽ വന്ന ഉടനെ ഒരു DG ഇരുത്തി. എന്താണ്? ആസിഫ് K യൂസഫ്. ഞാൻ കാണാൻ പോയി. വളരെ നല്ലൊരു മനുഷ്യൻ, പാവം മനുഷ്യൻ. അദ്ദേഹം നാം പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുകയും നടപടികൾ എടുക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോ ഏതോ BJP-കാരൻ പറഞ്ഞു അയാളെ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ശരിയല്ല. BJP-കാരൻ പറഞ്ഞാൽ പിന്നെ സതീശന് ഇരിക്കപ്പുറതിയില്ല. മാറ്റി, അദ്ദേഹത്തെ മാറ്റി. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള സ്നേഹിൽ കുമാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്നേഹിൽ കുമാറിനും ഒരു ദിവസം ഇരുന്നപ്പോൾ മതിയായി, ഞാൻ ഭാര്യയെ കാണാൻ പോയിട്ടുണ്ട്, ഇനി 29 തീയതി കഴിഞ്ഞിട്ട്. അതെ, 29 തീയതി വരെ ലീവ് എടുത്തു. നോക്കൂ, ഈ മേഖലയിൽ ഇവർ നടത്തുന്ന അനധികൃത ഇടപെടലുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാകുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാടുകളുമായി നാം മുന്നോട്ട് പോകും. സ്കൂൾ തുറന്ന് 17 ദിവസത്തിനകം ഞങ്ങൾ സായാഹ്ന ധർണ്ണ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. സ്കൂളൊന്നും ബുദ്ധിമുട്ടണ്ട എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ അടിയന്തരമായ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് അവർ പഠിക്കേണ്ടതുണ്ട്. മിനിയാന്ന് വായനാ ദിനത്തെക്കുറിച്ച് ഏതോ PN പണിക്കർ ഫൗണ്ടേഷൻ, ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്, അവർ നടത്തുന്ന പരിപാടിയുടെ പത്രസമ്മേളനത്തിന് വിദ്യാഭ്യാസ മന്ത്രി പോയിരിക്കുക. എന്നിട്ടോ അദ്ദേഹത്തോട് സെൻസസിനെ പറ്റി ചോദിച്ചപ്പോ പറഞ്ഞു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യമാണ്. സെൻസസ് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യമാണ്. പക്ഷെ അതിൽ ജീവനക്കാരെ കൊടുക്കുന്നതും അധ്യാപകരെ കൊടുക്കുന്നതും അവരുടെ ആനുകൂല്യങ്ങളും കൊടുക്കുന്നവരാ സംസ്ഥാന ഗവൺമെന്റാണ്. നിങ്ങൾക്കറിയാമായിരിക്കും 2011 നമുക്കൊക്കെ സറണ്ടർ കിട്ടിയില്ലേ സെൻസസ് എടുത്തവർക്ക്. കുറച്ച് ആൾക്കാർ കുറച്ച് അധികം വാങ്ങി തിരിച്ചടച്ചു, അങ്ങോട്ടായി ഇങ്ങോട്ടായി, കോടതിയിൽ പോയി പോട്ടെ. ഇന്ത്യയിൽ എവിടെയെങ്കിലും സറണ്ടർ കൊടുത്തിട്ടുണ്ടോ? ഇന്ത്യയിൽ എവിടെയും സറണ്ടർ ഇല്ല. ഇവിടെ കൊടുത്തു. അത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടാ. ഇവിടെ 16 ദിവസം ഉത്തരവിറക്കിയതാരാ? GAD ആണ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് 16 ദിവസത്തെ ഡ്യൂട്ടിയായി പരിഗണിച്ച് ഉത്തരവിറക്കിയതും നമുക്ക് വെക്കേഷനായാണ് സറണ്ടർ കിട്ടിയത്. അത് സംസ്ഥാന ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. അതാണ് ഇതിന്റെ നോഡൽ ഓഫീസർ ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ മന്ത്രി പറയുന്നത് അതൊക്കെ കേന്ദ്രം ചെയ്യേണ്ട കാര്യമെന്നാണ്. കേന്ദ്രമല്ല, കേന്ദ്രം സെൻസസിന്റെ കാര്യങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണം, എവിടെയെല്ലാം പോകണം, പോവേണ്ട സമയം എപ്പോൾ, ജൂലൈ മാസത്തിൽ പോകണം, അത് ഏത് വെബ്സൈറ്റിൽ കയറ്റണം, ആപ്പ് ഏത് ഉപയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. പക്ഷേ പോകുന്ന അധ്യാപകരുടെ ആനുകൂല്യം തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ഈ ധർണയിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.